സ്പന്ദനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് സെൽഫ് ഡിഫെൻസിന്റെ ടെക്നിക്സും റെസ്ലിംഗ് ടേക്ക് ഡൗൺസ് പ്രോപ്പറായിട്ട് എങ്ങനെ പഞ്ച് ചെയ്യാം, നിങ്ങളുടെ ബേസിക് വർക്കൗട്ട് ആയിട്ടുള്ള പുഷപ്പ്, അതിനകത്തുള്ള കുറച്ച് ഇംപ്രവൈസേഷൻസ് ഇംപ്രൂവ്മെന്റ്സും ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്നും ഒരു കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസിന് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസിന്റെ പേര് പ്ലാങ്ക്. പ്ലാങ്ക് വർക്കൗട്ട് ആക്ച്വലി നിങ്ങളുടെ കോറിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരുപാട് കാര്യങ്ങൾ ഫലങ്ങൾ തരുന്ന ഒരു വർക്കൗട്ട് ആണെങ്കിലും ബേസിക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ കോർ പ്രോസസ്സിനാണ്. ഓക്കെ, കോറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്ലാങ്ക് എന്ന് പറഞ്ഞ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്ത് കാണും. പ്ലാങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. യൂഷ്വലി നമ്മളൊരു വർക്കൗട്ട് റൂട്ടീൻ കഴിഞ്ഞിട്ട് ഫിനിഷറായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ക്ലബ്ബുകളിൽ, ബോക്സിംഗ് ക്ലബ്ബുകളിലെല്ലാം നമ്മൾ പ്ലാങ്ക് ആണ് നമ്മുടെ ഒരു ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡേ. ഓക്കെ, അപ്പോൾ കളിയാക്കിയൊക്കെ പറയാറുണ്ട്, 1 മിനിറ്റിൻ്റെ ദൈർഘ്യം അറിയണമെങ്കിൽ 1 മിനിറ്റ് പ്ലാങ്ക് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാങ്ക് നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് എഫക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു പ്ലാങ്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കും, പക്ഷേ അവരുടെ കൈയാണ് പെട്ടെന്ന് തളരുന്നത്. ആപ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്തത്, കോറിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, പക്ഷേ അതിന് മുന്നേ കൈ തളർന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും കൈക്ക് പ്രശ്നമായതുകൊണ്ടാണ്, എൻ്റെ കൈക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ പ്ലാങ്ക് വർക്കാവാത്തത്, അതുകൊണ്ട് എനിക്ക് ആപ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഒരു കോമൺ തോട്ട്. ആക്ച്വലി നിങ്ങൾ ചെയ്ത ടെക്നിക്കിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ അല്ല ടൈറ്റ് ആവുന്നത്, ആപ്സ് തന്നെ ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ യൂഷ്വൽ ചെയ്യുന്ന ഒരു പ്ലാങ്ക് ഞാൻ ആദ്യം കാണിക്കാം. യൂഷ്വൽ പ്ലാങ്കിൻ്റെ പൊസിഷൻ ഇത് എൽബോ പ്ലാങ്ക് ആണ്. നിങ്ങൾക്ക് മറ്റേ ഓൺ ഹാൻഡ്സ് പ്ലാങ്കും ചെയ്യാൻ പറ്റും. കൈ ഇങ്ങനെ പൊക്കി വെച്ചാൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും, പക്ഷേ പ്രിഫറബിളി നിങ്ങൾ എൽബോ പ്ലാങ്ക് തന്നെ ചെയ്യുക. അതിൻ്റെ എഫക്റ്റ് എന്തുവാണ്, സിഗ്നിഫിക്കൻസ് എന്തുവാണെന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, ഡൗൺ. ഇതാണ് നിങ്ങൾ യൂഷ്വലി ചെയ്യുന്നത്. അപ്പം ആൾക്കാർ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് മുഖ്യപ്പെടും. നിങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതായിരിക്കും: ഹെഡ് ഇങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, ആൻഡ് ഇത് സാഗ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ സാഗ് ചെയ്ത് നിന്നാണ് താഴ്ത്തി നട്ടൽ താഴ്ത്തി ഇങ്ങനെ വളഞ്ഞങ്ങ് നിന്നോ. ഇത് ഇങ്ങനെ ആവാൻ പാടില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ ടെൻറ്റ് പോലെ പൊങ്ങി നിൽക്കാൻ പാടില്ല. മാക്സിമം ഇങ്ങനെ തന്നെ നിൽക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂഷ്വൽ. ഇത് ശരിയായിട്ട് ചെയ്യുന്ന ട്രെയിനേഴ്സും ഉണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ ആൾക്കാർ ഈ ഒരു സിലബസിനകത്ത് ഇത് ഒതുക്കും. ഇതല്ല, ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥിൻ്റെ ഷോൾഡർ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആപ്സ് എനിക്ക് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ആപ്സിന് ഒരു എഫക്റ്റ് വന്നിട്ടില്ല എന്നുള്ളത്. നമ്മുടെ ആവശ്യം എന്തുവാ, ആപ്സിന് സിഗ്നിഫിക്കൻസ് വരണം എന്നുള്ളതാണ്, ഒരു എഫക്റ്റ് വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡിസ്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോർ വർക്കൗട്ടുകൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇച്ചിരി എന്തെങ്കിലും തരത്തിലുള്ളൊരു നടുവ് പ്രശ്നമുണ്ട്, ഒരു സ്ട്രെയിനൊക്കെ ഉണ്ടെന്നുള്ളതാണെങ്കിൽ ചെറിയൊരു ഹമ്പ് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് ആപ്സ് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നേരത്തെ ശ്രീനാഥ് വെച്ചിരുന്നത് കാല് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യം ഇതാണ്. ഓക്കെ, നിങ്ങളുടെ എൽബോസ് ഈ ഒരു രീതിയിലാണ് വയ്ക്കുക, അതിന് പകരം ഇങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഫ്രണ്ടിലോട്ടിരിക്കുന്ന കാലുകളെ ബാക്കിലോട്ടാക്കി കൊടുക്കുക. ഫീറ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ കണ്ടായിരുന്നോ, ഒരു സ്ലാൻഡിങ് പൊസിഷനാണ്. ഓക്കെ, ഇത് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല കോറും ടൈറ്റ് ആവും. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ട്സ്. ഓക്കെ, ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബട്ടക്സ് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് സ്ക്വീസ് യുവർ ബട്ട്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആപ്സ് ടൈറ്റാണ്. ഓക്കെ, ഇനി ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ ഈ ഷോൾഡർ ബ്ലേഡ് കൊണ്ട് ഈ കാണുന്ന നിങ്ങളുടെ എൽബോ തറയിൽ തൊട്ടിട്ടില്ലേ, ഈ എൽബോ ഫുൾ കോൺടാക്ട് തറയിൽ വെച്ചിട്ട് പ്രസ് ദ ബിൽഡിംഗ് ഡൗൺ. ഈ ഫ്ലോറിനെ താഴോട്ട് പ്രസ് ചെയ്യുക. ആസിൻ നിങ്ങൾ ഈ സാധനം പൊളിച്ച് താഴോട്ട് ഫ്ലോറിലോട്ട് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് താഴോട്ട് പ്രസ് ചെയ്യുക ഷോൾഡർ ബ്ലേഡ് കൊണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീനാഥ് ഇപ്പോൾ തന്നെ വരച്ചോളെ. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആപ്സിൻ്റെ ഒരു ഫുൾ ഇഫക്റ്റ് കിട്ടി തുടങ്ങി. ഈ പ്ലാങ്കിൻ്റെ പേര് RKC പ്ലാങ്ക് എന്നാണ്. ഓക്കെ, ഇങ്ങനെ പ്ലാങ്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ പ്ലാങ്ക് ഒരു 5 മിനിറ്റ്സ് ഒക്കെ നിൽക്കാൻ പറ്റുന്ന പ്ലാങ്ക് ഒരു റെഗുലർ വർക്കൗട്ട് റൂട്ടീൻ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ RKC ചെയ്യുകയാണെങ്കിൽ മാക്സിമം 1 മിനിറ്റ് അത്രയൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റ് വരാം, ചില ആൾക്കാർ സ്ട്രോങ് ആയിരിക്കും, അപ്പോൾ കൂടുതൽ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് മറ്റേ പ്ലാങ്ക് എടുത്തതിൻ്റെ ഒരു അത്ര ഈസി ആയിട്ട് ഈ സാധനം എടുക്കാൻ പറ്റത്തില്ല. ഈസി ആയതുകൊണ്ടല്ല, ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഓൾറെഡി ശ്രീനാഥ് ഇതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലാങ്കിൻ്റെ ഒരു ബേസിക് സയൻസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നും കൂടെ ഇതൊന്നും എടുക്കണ്ട. അപ്പോൾ നോർമലായിട്ട് നിൽക്കുക. ഇത്
എൽബോസ് കറക്റ്റ് താഴെ ഫുൾ കോണ്ടാക്റ്റിൽ വെക്കുക. ഫീറ്റ് നേരെ ബാക്കിലോട്ടാക്കുക. അപ്പോൾ കാഫ് ടൈറ്റ് ആവും. ബട്ടക്സ് ടൈറ്റ് ചെയ്യുക. മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക. എന്നിട്ട് പുഷ് ദ ബിൽഡിംഗ് ഡൗൺ വിത്ത് യുവർ ഷോൾഡർ ബ്ലേഡ്സ്. ഓക്കെ, ഈ ഒരു സെറ്റപ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ സൗണ്ടേ വേറെയാണ്, മനസ്സിലാവും, ടൈറ്റാണ്. അപ്പോഴാണ് നിങ്ങളുടെ കോറ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവുന്നത്. കോറിന് എഫക്ട്സ് കൂടും. കോറ് ഡെവലപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡെവലപ്പായി എന്നർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഒരു RKC പ്ലാങ്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സ്പന്ദനത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്ലാങ്ക് എന്ന് പറഞ്ഞ ഒരു ഫേവറേറ്റ് വർക്കൗട്ട്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫിറ്റ്നസ് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് സത്യം. അതിന് ജെൻഡർ സ്പെസിഫിക് അല്ല. അൺലെസ് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഇല്ല, നിങ്ങളുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ വേറെ രീതിക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ ഫിറ്റ്നസ് കാര്യങ്ങളും നിങ്ങൾക്ക് അപ്രോച്ചബിളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ വർക്കൗട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. ഇത് ഒരു എസെൻഷ്യൽ ബേസിക് വർക്കൗട്ടാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പുഷപ്പ് സ്റ്റാൻസ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കണക്ക് പുഷപ്പ് എല്ലാ ദിവസവും ചെയ്യുക, ഓൾട്ടർനേറ്റ് ഡേയ്സ് പ്ലാങ്കും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിൻ്റെ തന്നെ അഡ്വാൻസ് വേർഷൻസ് ഒക്കെ ഉണ്ട്, വെയ്റ്റഡ് ആയിട്ട് വരും, അറൗണ്ട് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഗോ ഫോർ ദ ബേസിക്സ്. നിങ്ങളുടെ ടെക്നിക്ക് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഒന്നും വരത്തില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു എക്സ്പോണൻഷ്യലി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അത് കൂട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ പഞ്ചിന് പവർ കൂടി, കിക്കിന് പവർ കൂടി, നിങ്ങളുടെ ഫിസിക്കൽ കോൺഫിഡൻസ് തന്നെ, നിങ്ങളുടെ മാനറിസം മൊത്തം തന്നെ മാറും. ഓക്കെ, അത് തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് സെൽഫ് ഡിഫെൻസ്, ദ വേ യു ക്യാരി യുവർ സെൽഫ്. നിങ്ങളെ കൊണ്ട് നടക്കുന്നില്ലേ, അത് തന്നെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ലുക്കാണെങ്കിൽ, ഇൻറ്റിമിഡേറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു കോൺഫിഡൻറ്റ് ലുക്കാണെങ്കിൽ നിങ്ങളുടെ പകുതി സെൽഫ് ഡിഫെൻസ് ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ.